അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GB വാട്സാപ്പ് അഥവാ GB വാട്സാപ്പിൻ്റെ വേറൊരു വേർഷനാണ്. അപ്പോൾ ഈ GB വാട്സാപ്പിലെ സെറ്റിങ്സ് ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ സെറ്റിങ്സിൽ മെയിനായിട്ട് വരുന്ന സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും യൂസ്ഫുള്ളും ഏറ്റവും മെയിനായിട്ട് വരുന്ന സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എയ്റോപ്ലെയിൻ മോഡ് സെറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ മാത്രം നെറ്റ് ലഭിക്കില്ല, നെറ്റ് കിട്ടില്ല, നെറ്റ് റിസീവ് ചെയ്യില്ല. അതായത് ഒറ്റ മെസ്സേജസ് ഇങ്ങോട്ട് റിസീവ് ആവില്ല, ഒറ്റ കോൾ വരില്ല, നമ്മൾ ഓൺലൈൻ കാണിക്കില്ല, അങ്ങനെ ഒരു സംഭവവും കാണിക്കില്ല. അപ്പോൾ ഇതാണ് എയ്റോപ്ലെയിൻ മോഡിൻ്റെ ഇത്. അപ്പോൾ ഇങ്ങോട്ട് മെസ്സേജസ് ഒന്നും വരില്ല, നമുക്ക് അങ്ങോട്ടും മെസ്സേജ് പോവില്ല, നമ്മൾ നെറ്റ് ഓഫ് ചെയ്തിട്ടേക്കുന്ന പോലെ തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ അതേസമയം നമുക്ക് നെറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിൽ ഗെയിം കളിക്കാനോ, നമുക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കാനാണെങ്കിൽ പാട്ട് കേൾക്കാനോ, അങ്ങനെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട് എയ്റോപ്ലെയിൻ മോഡ്. എയ്റോപ്ലെയിൻ മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് മെസ്സേജസ് വരില്ല. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് മോഡാണ്. നൈറ്റ് മോഡ് നേരെ സ്വിച്ച് ചെയ്യാനുള്ളൊരു ബട്ടണാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഡാർക്ക് തീം ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാർക്ക് തീം വന്നിരിക്കുന്നത്. ഡാർക്ക് തീം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതൊക്കെ പോയി, സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു തീമും ഐറ്റംസൊക്കെ പോയി. നമുക്ക് ലൈറ്റ് തീമിലേക്ക് തന്നെ വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു, ആ ഒരു സെറ്റിംഗ് കിട്ടി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റൈൽ ഐറ്റംസ് കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഒരു കാർഡായിട്ടോ അവസാനം പ്ലേലിസ്റ്റിൽ ഇതായിട്ടോ വല്ലതും കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ്, അതിൻ്റെ ആ ഒരു ഓപ്ഷൻസ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അത് വീണ്ടും വെറുതെ ലാഗ് അടിപ്പിക്കുന്നില്ല. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ആണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട്സിൻ്റെ പ്രൈവസി നമ്മൾ സാധാരണ വാട്സാപ്പിൽ യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഡിസേബിൾ ഫോർവേഡ് ടാഗ്, അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് ഒരു മെസ്സേജ് വന്ന് നമ്മൾ ഫോർവേഡ് ചെയ്ത് വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് ടാഗ് വരും, അതായത് മേളിൽ ഫോർവേഡ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോർവേഡെന്ന് മേളിൽ എഴുതി കാണിക്കുന്ന ആ ഒരു ഐറ്റം വരില്ല, അതായത് അങ്ങനെ ഒരു ടാഗ് കാണില്ല, നമ്മളായിട്ട് അയച്ച മെസ്സേജ് ആയിട്ടായിരിക്കും അത് കാണുന്നത്. ഓക്കെ, ആൻറ്റി ഡിലീറ്റ് മെസ്സേജസ്, അതായത് നമ്മൾ അങ്ങോട്ട് അയച്ച മെസ്സേജസ് ബാക്കിയുള്ളവർക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഷോ ബ്ലൂടിക്സ് ആഫ്റ്റർ റിപ്ലൈ, അതായത് നമ്മൾ ഒരാൾ മെസ്സേജ് അയച്ചു, അത് നമ്മൾ കണ്ടിട്ടും ബ്ലൂടിക്ക് അവിടെ പോവില്ല, നമ്മൾ അങ്ങോട്ട് റിപ്ലൈ കൊടുത്തതിന് ശേഷമാണ് ഇതിനകത്ത് ബ്ലൂടിക്ക് വരുള്ളൂ. അതൊരു നല്ല ഓപ്ഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ സ്റ്റാറ്റസ് വ്യൂ കാണാനുള്ളത്, സ്റ്റാറ്റസ് വേറെ ആരുടെയും സ്റ്റാറ്റസ് നമ്മൾ കണ്ടത് നമ്മൾ കണ്ടെന്ന് അവർ കാണില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ്, അതായത് ബാക്കിയുള്ളവർ ഡിലീറ്റ് ചെയ്ത സ്റ്റാറ്റസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അവരൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടു, അത് അവർ ഡിലീറ്റ് ചെയ്തു, എന്നാലും നമുക്ക് ആ സ്റ്റാറ്റസ് അഥവാ സ്റ്റോറി നമുക്ക് കാണാൻ കഴിയും, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. വാട്സാപ്പ് ലോക്ക്, അതായത് ഈ ഒരു ലോക്ക് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാസ്വേഡ് അഥവാ പിൻ കോഡ് അഥവാ ഫിംഗർ പ്രിൻറ്റ് വെച്ചാലാണ് നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഇത് എനേബിൾ ചെയ്തിട്ട് നമുക്ക് ഈ പാസ്വേഡും പാറ്റേണും പിന്നും നമുക്കൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീം ഐറ്റംസ് ഒക്കെ വരാനുള്ളതാണ്. വേറെ യൂണിവേഴ്സലിൽ പോകാം. യൂണിവേഴ്സൽ സെറ്റിങ്സിൽ ഹൈഡ് മീഡിയ ഫ്രം ഗാലറി, അപ്പോൾ ഇതിൽ നമ്മൾ വാട്സാപ്പിൽ റിസീവ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും ഇമേജസും ഒന്നും നമ്മുടെ ഗാലറിയിൽ കാണില്ല, ആ ഒരു ഓപ്ഷനാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ സ്റ്റൈൽസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ കാണുന്ന ആ ഒരു ഇൻ്റർഫേസും അതിൻ്റെ വ്യൂ ഒക്കെ മാറ്റണം എങ്ങനെയെന്നുള്ള ഒരു ഐറ്റംസ് ഞാൻ വീഡിയോയിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കണ്ടു നോക്കാം. പിന്നെ ബാക്കപ്പ് ആൻഡ് റിസ്റ്റോർ, അതെല്ലാത്തിലും ഉണ്ടാവുന്നതാണ്. വേറെ ഉള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ കാർഡാവും, നമ്മളൊരു കാർഡ് വന്നിട്ട് വേറെ കാർഡിലേക്ക് ചാടാവുന്ന, അങ്ങനെ കുറേ ഓപ്ഷൻസ്. നിങ്ങൾ സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പല സെറ്റിങ്സും കാണാൻ കഴിയും. ഓരോ അപ്ഡേറ്റിലും പുതിയ 10 സെറ്റിങ്സ് ആണ് അവർ കൊണ്ടുവരുന്നത്. നമ്മുടെ വാട്സാപ്പ് ശരിക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണ്ടത് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.